കൊല്ലം കോർപ്പറേഷൻ ഒന്നും പ്രതീക്ഷിച്ചതല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ല ഫൈറ്റാണെന്നുള്ള ആദ്യം തന്നെ നമുക്ക് നല്ല ധാരണയുണ്ട്. അല്ല, അങ്ങനെ അവർ അപ്രതീക്ഷിതം ഞാൻ പറയേണ്ട പ്രയോഗം വേണ്ടല്ലോ. അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് എന്നത് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. അല്ല, എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും. ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാൽ എല്ലാം തോറ്റു എന്നോ, ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നോ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതൊരു സാമാന്യ നിയമല്ലേ. ഇടതുപക്ഷ തിരുത്താനൊക്കെ സമയമുണ്ട്. ഞങ്ങൾക്ക് ആ തിരുത്താൻ, അതല്ലേ ഞാൻ പറഞ്ഞത്. അതിന് തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ 68 സീറ്റ് കിട്ടിയല്ലോ 2010. 2 സീറ്റ് 1400 വോട്ടിന്റെ വ്യത്യാസത്തിനാ ഭരണം തന്നെ പോയേ. ശരി, നമുക്ക് നോക്കാം. നമുക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ഇതിന്റെ എല്ലാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആവശ്യമായ തിരുത്തൽ വരുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അതാണ് പറയാനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് CPM-ഉം അതോടൊപ്പം തന്നെ UDF-ഉം ഇനി കേരളം മടക്കുമെന്നും BJP ആണ് പുതിയ വഴി എന്നാണ് പ്രധാനമന്ത്രി. അതാ പറഞ്ഞ ഒരു കോർപ്പറേഷനിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത് വരെ ആകെ. പണ്ട് ഉണ്ടായിരുന്ന പഞ്ചായത്തും പോയി, അതുപോലെ തന്നെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയും പോയി. ആകെ ഒരു ജില്ലാ പഞ്ചായത്തിലാണ് കേരളത്തിലുടനീളം ജയിച്ചത്. ഇമാതിരിയുള്ള വിശദീകരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുക. അത്ര കണ്ടാൽ മതി. അത് സംബന്ധിച്ച് വിശദമായ വിവരം വരുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ, നോക്കാം, നമുക്ക് കണ്ടുപിടിക്കാം വഴി എന്തൊക്കെയാണ്. ഇല്ല, സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർണയിച്ചിട്ടുള്ളതും നടത്തിയിട്ടുള്ളതും. അതൊക്കെ നല്ല മത്സരം തന്നെ അതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, വനവാസത്തിലേക്ക് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് വനവാസത്തിലേക്ക് പോകണമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ സമ്മതിക്കാറുണ്ടോ? പറയാറില്ല. പറയുന്നവരാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയം ഇല്ലാന്ന് മാത്രം കണ്ടാൽ മതി. ശരി.